ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തോ അല്ല, അതും പറയാൻ പറ്റില്ല. കാത്തിരുന്ന വിധി എന്താവും എന്നുള്ളത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിശ്വാസം. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും എനിക്ക് ഒരു മെമ്മ പോലും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട്, പെരുമാറ്റച്ചട്ടം 100% പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ഇടതുപക്ഷ മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ വസ്തുത. തെരഞ്ഞെടുപ്പ് വിജയം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കേസ്? അല്ല, അതാണല്ലോ ആദ്യം തന്നെ പ്രചരിപ്പിച്ചത്. എന്താ, BJPയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, BJPയുടെ വോട്ട് വാങ്ങിയാണ്, എന്നാൽ ഞാൻ ജയിച്ചത്, UDF ജയിച്ചത് എന്ന് പ്രചരിപ്പിച്ചു. യഥാർത്ഥം പറഞ്ഞാൽ LDFൻ്റെ വോട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അന്ന് LDF നടപടി എടുത്തിട്ടുണ്ട്. CPM ചില നേതാക്കന്മാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. വെറുതെ നടപടി എടുക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി അവരുടെ വോട്ട് കുറഞ്ഞു എന്നുള്ളതിന് അന്ന് അവർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രചരണം മുഴുവൻ BJPയുടെ വോട്ട് വാങ്ങിയാണ് ഞാൻ ജയിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നിയമസഭയിലും അങ്ങനെ പറയുകയുണ്ടായി. യഥാർത്ഥം പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞത് വളരെ ദുഃഖകരമാണ്. കാരണം തൃപ്പൂണിത്തുറയിലെ ജനങ്ങളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. കോടതി ഇപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കോടതി കണ്ടെത്തി കഴിഞ്ഞല്ലോ. കോടതി അതിനെക്കുറിച്ചുള്ള വിധി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ, മറിച്ച് കരുതണെന്തിനാ? ഞങ്ങൾ അങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്ലിപ്പ് അടിച്ചിട്ടില്ലല്ലോ. ചുവരെഴുത്ത് ആ പ്രശ്നങ്ങളെല്ലാം കോടതി ആദ്യം തന്നെ തള്ളിയായിരുന്നു. ആദ്യം തന്നെ തള്ളിയിട്ട് ഈ മതചിഹ്നം ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നം നിലനിൽക്കുമെന്നാണ് കോടതി ആദ്യം പറഞ്ഞത്. അപ്പോൾ അതും ഇപ്പോൾ തള്ളി എന്നുള്ളതാണ്. കോടതി വിധിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഇപ്പോൾ ഒരു അനുകൂല വിധി വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി, ലോക്സഭ അല്ല അതെ, തീർച്ചയായിട്ടും ഈ വിധി തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ UDF പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ്. കേരളത്തിലെ UDFനും ആവേശം പകരുന്നൊരു വിധിയാണ്. കാരണം കുറച്ചുകൂടി ആത്മവിശ്വാസം ഉണ്ടാകും. ഈ CPMൻ്റെ കൃത്രിമങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരവസരമാണിത്. ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നോ വിധി കാത്തിരിക്കുമ്പോൾ? കാത്തിരിക്കാൻ ചെറിയ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം അതില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് സർക്കാരല്ലല്ലോ കേസ് നടത്തിയത്. അതായത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കുള്ളൊരു തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടായിരിക്കുന്നു. തന്നെ വിജയിയായി പ്രഖ്യാപിക്കണം എന്ന എം സ്വരാജിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 992 വോട്ടുകൾക്കായിരുന്നു തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന്റെ വിജയം. UDF സ്ഥാനാർത്ഥിയുടെ വിജയം. വോട്ടർമാർക്ക് നൽകിയ വോട്ടിംഗ് സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ പേരിനും മറ്റു വിവരങ്ങൾക്കുമൊപ്പം സ്വാമി അയ്യപ്പൻ്റെ ചിത്രം കൂടി ഉപയോഗിച്ചു എന്നായിരുന്നു കേസിലെ പ്രധാനപ്പെട്ട വാദം. ആ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എം സ്വരാജിനും CPMനും LDFനും തിരിച്ചടിയായി UDFന് അനുകൂലമായ, കെ ബാബുവിന് അനുകൂലമായ, സിറ്റിംഗ് MLAക്ക് അനുകൂലമായ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 1991 മുതൽ 2011 വരെ തുടർച്ചയായി 20 വർഷം MLA ആയിരുന്നു തൃപ്പൂണിത്തുറയിൽ നിന്ന് കെ ബാബു. 2016 എം സ്വരാജിനോട് പരാജയപ്പെട്ടു. 2021 വീണ്ടും സ്വരാജുമായി മത്സരിക്കുമ്പോൾ സ്വരാജിനെ 992 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ശബരിമല അയ്യപ്പൻ്റെ പേരും ചിത്രവുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിജയം എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം. ജാതി, മതം, സമുദായം, ഭാഷ എന്നിവയുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി വിജയിപ്പിച്ചു എന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സ്വരാജിന്റെ ഹർജി. ആ ഹർജിയാണ് ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങളുമായി. ബിനിൽ, നേരത്തെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ബാബു പോയിരുന്നു എം സ്വരാജിന്റെ ഹർജിക്കെതിരെ. പക്ഷേ അനുകൂലമായ തീരുമാനമുണ്ടായില്ല. ഇപ്പോൾ ഹർജിയിലെ വാദത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ ബാബുവിന്റെ ഭാഗമാണ് ശരിയെന്ന് കോടതി നിലപാടെടുത്ത് ഉത്തരവിടുന്നത് ഏത് സാഹചര്യത്തിലാണ്? വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്?
രതീഷ്, വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. എം സ്വരാജിന്റെ ഹർജി തള്ളുന്നു എന്ന് മാത്രമാണ് ജസ്റ്റിസ് PG അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇലക്ഷൻ കറപ്റ്റ് പ്രാക്ടീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് അതിൽ നിന്ന് ബോധ്യമാകുന്നത്. നമുക്ക് വ്യക്തമാകുന്നത് ഇതിൽ ഒരൊറ്റ കാര്യത്തിലാണ് ഈ കേസ് നിലനിന്നിരുന്നത്. അതായത് അയ്യപ്പൻ്റെ ചിത്രമുള്ള വോട്ടർ സ്ലിപ്പുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അതിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് നേരത്തെ ജസ്റ്റിസ് PG അജിത് കുമാർ തന്നെ കണ്ടെത്തിക്കൊണ്ടാണ് അതിൽ വിശദമായ തെളിവെടുപ്പിലേക്ക് കോടതി പോയത്. അവിടെ എം സ്വരാജിന്റെ സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്, കെ ബാബുവിന്റെ സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. അങ്ങനെ സാക്ഷികളെല്ലാം തന്നെ വിസ്തരിച്ച ശേഷം അന്തിമമായ ഒരു തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ കെ ബാബുവിന് അനുകൂലമാണ് ഹൈക്കോടതി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF അവിടെ ഉയർത്തിയ ഒരു വാദം എന്നത് ഈ സ്ലിപ്പ് വിതരണം നടത്തിയെന്നത് പറയുന്നത് ശരിയല്ല, തങ്ങൾ അങ്ങനെ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടില്ല. ആ സ്ലിപ്പ് വിതരണം ചെയ്തു എന്നത് മാത്രം കണ്ടെത്തിയാൽ ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കഴിയില്ല. അതിൻ്റെ അച്ചടി അടക്കം തുടക്കം മുതലുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയണമെന്ന വാദമാണ് ഹൈക്കോടതിയിൽ കെ ബാബു അടക്കം എടുത്തിരിക്കുന്നത്. അതിലേതൊക്കെ കാര്യങ്ങളാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ആ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ സംസ്ഥാനത്തെ UDF നേതൃത്വവും കെ ബാബുവും ഏറെ ആശങ്കയോടെ കൂടെ കണ്ടിരുന്ന ഒരു കേസ് തന്നെയാണിത്. കാരണം പ്രാഥമികമായി ഈ കേസ് പരിശോധിക്കുകയും അതിലൊരു തെളിവ് എടുപ്പ് ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ മെറിറ്റിലേക്ക് കോടതി പോകുമ്പോൾ അതിന് എതിരാകാനുള്ള സാധ്യതയുണ്ടോ എന്ന ആശങ്ക കെ ബാബുവിനും UDF നേതൃത്വത്തിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് അവർ ഈ കേസിനെ കണ്ടത്. കെ ബാബുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാണ്. കാരണം അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഈ കറപ്റ്റ് പ്രാക്ടീസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നത് മാത്രമായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള പോംവഴി. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വിധി എതിരായി വന്നാൽ അത് UDF-നെതിരെ LDF വലിയ പ്രചാരണ ആയുധമൊക്കെ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയോടുകൂടി തന്നെ അവർ കണ്ടിരുന്ന ഒരു വിധിയാണ്. അവിടെയാണ് കെ ബാബുവിന് ആശ്വാസകരമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ആ വിധിയുടെ പൂർണ്ണ രൂപം പുറത്തേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട ഉത്തരവാണ് UDF-നെ സംബന്ധിച്ച്